ഹായ് ഫ്രണ്ട്സ്, ഒരു 25 വർഷത്തോളം പഴക്കമുള്ള എന്നാൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു സാധനം ഞാൻ പരിചയപ്പെടുത്താം. നിക്കാമൂച്ചി എന്ന് പറഞ്ഞ ഒരു മെയ്ഡ് ഇൻ ജപ്പാൻ സെറ്റാണിത്. ഇപ്പോഴും അതിന് യാതൊരുവിധ കളർ ചേഞ്ചസോ ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. അതിൻ്റെ ഡിസ്പ്ലേ ആണ് ഒരു ഓറഞ്ച് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഡിസ്പ്ലേ ഓൾറെഡി ഇപ്പോൾ വർക്കിംഗ് ആണ്. ഇതൊരു കാസറ്റ് മാത്രമേ ഉള്ളൂ. ഈ കാസറ്റ് ഓൾറെഡി ഇപ്പം ഇതിൻ്റെ വർക്കിംഗ് ആണ്. കാസറ്റ് എടുത്തിട്ട് അത് ചുറ്റിപ്പോയോ അതല്ലേ പഠിക്കാം. ഇതാണ് ഓഡിയോ കാസറ്റാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു ഓഡിയോ കാസറ്റ് ഒരു പാട്ട് നമുക്ക് ഇട്ട് ഇത് പാടുമെന്ന് നോക്കാം. കാസറ്റ് ഇട്ടു. ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ. ഇങ്ങോട്ട് കാണിച്ചേ. ഇത് പ്ലേ ബട്ടൺ. അന്ന് പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ബട്ടണാണ്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പാട്ട് പാടാൻ തുടങ്ങി ഡിസ്പ്ലേ വന്നു. ഇനി ഞാൻ അതിൻ്റെ വോളിയം കയറ്റാം. റവറൻഡ് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ CMI സെയിന്റ് ജോൺസ് ബ്രിറ്റോ ദേവാലയം ശക്തികുളങ്കരയിൽ. ഇപ്പോഴേ സാധനം സ്റ്റിൽ വർക്കിംഗ് ആണ്, യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഇതാണ് അതിൻ്റെ റിമോട്ട്. ഈ സുവിശേഷ പ്രഘോഷണത്തിൽ 30,000-ൽ പരം ജനങ്ങൾ. റിമോട്ട് ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് പേരിലുള്ളൂ. റിമോട്ട് വർക്കിംഗ് ആണല്ലോ, ബാറ്ററി ഇല്ലെന്നല്ലേ ഉള്ളൂ സാറേ. അപ്പോൾ അതിന് കണക്ഷൻ കൊടുത്തിരുന്ന സാധനങ്ങളാണ് ഈ കാണുന്ന മുഴുവൻ. ഈ ഒരു സെൻട്രൽ സ്പീക്കർ, പിന്നെ ഒരു ആക്റ്റീവ് സബ്വൂഫർ JBLൻ്റെ, പിന്നെ 2 സറൗണ്ട് സ്പീക്കർ, പിന്നെ 2 ഫ്രണ്ട് സ്പീക്കർ. ഇതിപ്പോൾ കുറേ നാൾ വർക്ക് ചെയ്യാതിരുന്ന അതിൻ്റെ സ്പീക്കറിൻ്റെ ഇതെല്ലാം പോയിട്ടുണ്ട്. അത് ശരിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. സെറ്റ് ഇപ്പോൾ ഓൾറെഡി വർക്കിംഗ് ആണ്. സെറ്റിന് വേറെ പ്രശ്നമൊന്നുമില്ല. സെറ്റിൻ്റെ ഹെഡെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി അത് ക്ലിയർ ആയില്ലേ? സൗണ്ട് ക്ലിയർ ആയില്ലേ? ഈ സാറിൻ്റെ ആണ്. സാറിൻ്റെ സ്ഥലം എവിടെയാണ്? എൻ്റെ സ്ഥലം റാന്നിയിൽ നിന്ന് കൊണ്ടുവന്ന സെറ്റാണിത്. അപ്പം ആ സെറ്റ് ഓക്കെ ആക്കിയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ തന്നെ തിരിച്ചു കൊടുത്തിട്ടാണ്. അതിൻ്റെ സെൻട്രൽ സ്പീക്കറിനും കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതല്ലേ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളാണ് നാം വായിച്ചു കേട്ടത്. മത്തായിയുടെ സുവിശേഷത്തിലെ ആദ്യത്തെ രോഗശാന്തിയാണ് നാം വായിച്ചു കേട്ടത്. അപ്പോൾ നമ്മൾ കാസറ്റും എടുത്തു. ഇത് പണി തീർത്തു, മൊത്തം കാണിച്ചു. ഇത് പിടിച്ചു. ഒരു എൻ്റർ എടുത്ത് ഫ്രണ്ടിടെ കിടക്കട്ടെ. ഇത് കേട്ടോ.